ثم ينصب عليه اللبن ويطين حتى يثبت ويقيه التراب. പിന്നെന്താ ചെയ്യുക? മൂടുകല്ല് വെക്കുക. അപ്പൊ ഇവിടെ കുത്തനെ വെക്കുന്ന രൂപമാണ് പറയുന്നത്. കാരണം ലഹദിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ലഹദിന്റെ രൂപത്തെ പറ്റിയിട്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പൊ ലഹദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡിലേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ സാധാരണ മുകളിലാണ് മൂടുകല്ല് വെക്കുക. ലഹദ് ആകുമ്പോൾ മുകളിലല്ല വെക്കുക, അതാ സൈഡിലാണ്. അപ്പോൾ അങ്ങനെ കുത്തനെയാണ് വെക്കുക. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ പറയാണ്, ഇൽഹദു ലി ലഹദ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊരുക്കണം? ലഹദ് ഒരുക്കണം. നമ്മൾ പറഞ്ഞല്ലോ മദീനയിൽ എന്തുണ്ട്? 2 രൂപ ഉണ്ട്, ഷക്കുണ്ട്, ലഹദും ഉണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ഏത് ഖബറാ കുഴിക്കേണ്ടത്? ലഹദാണ് കുഴിക്കേണ്ടത്. വൻസിബു അലയ്യ ലബിന നസ്ബൻ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മൂടുകല്ല് നാട്ടി വെക്കുക. മയ്യിത്ത് ലഹദിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം മൂടുകല്ല് നാട്ടി വെക്കുക. കമാ സുനിഅ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണോ സ്വഹാബിമാർ മറവ് ചെയ്തത് അതുപോലെയാണ് നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത്. അപ്പൊ നബിനെ ഈ രൂപത്തിലാണ് മറവ് ചെയ്തിട്ടുള്ളത്, അതുപോലെയാണ് നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത് എന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു സംഗതി സ്വഹാബിമാരുടെ ഒരു സ്നേഹം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ അവർ കാണിച്ച ആ ഒരു താല്പര്യം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോളി എന്നല്ല പറഞ്ഞത്. നബിയെ എങ്ങനെയാണോ മറമാടിയത് അങ്ങനെ തന്നെ നിങ്ങൾ എന്നെയും മറമാടണം. ആ ഒരു നിർബന്ധ ബുദ്ധി എല്ലാ കാര്യത്തിലും നമുക്കും വേണം. സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ നബിന്റെ കൂടെ ഒരു വിരുന്നിന് പോയി. അപ്പോൾ വിരുന്നിന് പോയപ്പോൾ ദുബ്ബാവും ഖദീദുമാണ് നബിക്ക് വേണ്ടി അവർ ഒരുക്കിയത്. ദുബ്ബ എന്ന് പറഞ്ഞാൽ ഒരു തരം പച്ചക്കറിയാണ്. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഒരു ചരങ്ങയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊരു പച്ചക്കറി. പിന്നെ ഖദീദ് എന്ന് പറഞ്ഞാൽ ഈ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയ ഇറച്ചി. അപ്പോൾ ഇത് രണ്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിരുന്നിന് കൊടുത്തത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ദുബ്ബ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുന്നത് കണ്ടു. നബിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ പച്ചക്കറി. അപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് മുതൽ എനിക്കും ദുബ്ബ ഇഷ്ടമായി എന്നാണ്. അന്നു മുതൽ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നബിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും അത് ഇഷ്ടമാണെന്നാണ്. അത് വേറൊരു ടീമാണ്. സ്വഹാബിമാർ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു കൗമാണ്. അവരെ പറ്റി എത്ര പറഞ്ഞാലും തീരൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് തീരുമാനിച്ചൊരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഫോളോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.